എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ രാത്രി കിടക്കാനായിട്ട് ഗോവിന്ദൻ ബെഡ്ഷീറ്റ് വിരിക്കുകയാണ്. വിരിച്ചിട്ട് ശരിയാവുന്നില്ല. പിന്നീട് ഗീതു വരുവാണ്. ഗീതു വന്നിട്ട് പറഞ്ഞു, എന്തിനാ വേണ്ടാത്ത പരിപാടിയൊക്കെ ചെയ്യാൻ പോന്നെ, എന്നാലും ഇത് ഇത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയാന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറയാം. ശരി ശരി അങ്ങോട്ട് മാറ്, ഞാൻ വിരിക്കാന്ന് പറയാം. അങ്ങനെ ഗീതു ബെഡ്ഷീറ്റ് വിരിക്കുക. അതെ, ഒരു കാര്യം ചെയ്യാം, രണ്ടുപേരും കൂടെ ഒരുമിച്ച് വിരിക്കുകയാണെങ്കിൽ നല്ല ഭംഗിക്ക് വിരിക്കാൻ പറ്റും. ആ സൈഡിലൊന്ന് പിടിക്കാൻ പറയാ ഗോവിന്ദനോട്. പിന്നീട് ഗോവിന്ദൻ ആ സൈഡിൽ ബെഡ്ഷീറ്റ് പിടിക്കുവാണ്. രണ്ടുപേരും കൂടെ കൂടി നല്ല മനോഹരമായിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്, കണ്ടില്ലേന്ന് ചോദിക്കും. കണ്ടു മനസ്സിലായെന്ന് പറയാണ്. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, എന്നാലും ഞാൻ തന്നെ കുറെ സമയമായിട്ട് ഇത് വിരിക്കാൻ നോക്കിയിട്ട് എന്നിട്ട് എനിക്ക് വിരിക്കാൻ പറ്റില്ലെന്ന് പറയാം. അതങ്ങനെയാ, നമ്മളെ AGM-ന്റെ വലിയ മാനേജറാന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. ഒരു ബെഡ്ഷീറ്റ് വിരിക്കാൻ പഠിച്ചിരിക്കണമെന്ന് പറയാം. പിന്നെ ബെഡ്ഷീറ്റ് വിരിക്കാൻ പഠിക്കാനായിട്ട് എന്നും പറഞ്ഞ് ഗോവിന്ദ് ഗീതുവിനെ കളിയാക്കുക. അവസാനം ഗീതു പറഞ്ഞു, ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്, എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് പോയി കിടക്കുക. ഈ നോക്കി ഗോവിന്ദ് കുറെ സമയം ഇരുന്നു. പിന്നീട് കാണിക്കുന്നത് ധ്യാൻ പുറത്തു വരുവാണ്. അറക്കൽ വീടിന്റെ പുറത്തു വന്നിട്ട് ധ്യാന് രഞ്ജുവിനെ ഫോൺ ചെയ്യുക. രഞ്ജുവിനെ ഫോൺ ചെയ്തപ്പോഴത്തേനും രഞ്ജു കോൾ എടുത്തു. എന്താ ധ്യാൻ, എന്തായി രാത്രി വിളിച്ചേ? എനിക്ക് നിന്നെ ഇപ്പൊ കാണണമെന്ന് പറയാ. ഇപ്പൊ കാണാനോ? അയ്യ അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാ. ദേ അത് പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് ബാംഗ്ലൂർക്ക് പോകുന്നതിന് മുമ്പ് നിന്നെ കണ്ടേ മതിയാവുള്ളൂ. ഞാൻ ഈ അറക്കൽ വീടിന്റെ മുറ്റത്തുണ്ടെന്ന് പറയണേ. മുറ്റത്തുണ്ടോ? ഒരു നിമിഷം രഞ്ജു പറഞ്ഞു, അയ്യോ ഇതെന്താ ധ്യാൻ ഇങ്ങനെയൊക്കെ പറയണേ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഈ വീട്ടിലുള്ള ആർക്കും ധ്യാനിനെ കുറിച്ച് അറിയത്തില്ല. ആകെപ്പാടെ ഗീതുവിനും ഗോവിന്ദനും മാത്രം അറിയത്തുള്ളൂ. എങ്ങാനും പിടിക്കപ്പെട്ടുണ്ട് അതോടുകൂടി തീർന്നു, ഒന്നും ഉണ്ടാകത്തില്ല. എനിക്കറിയാം അങ്ങോട്ട് കയറി വരാനുള്ള വഴിയൊക്കെ. പിന്നെ അതിനെന്റെ മുറി അറിയില്ലോ. അതെ, ഇപ്പൊ വെട്ടമുള്ള നിന്റെ ഒരു മുറി മാത്രമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എങ്ങനെയാലും പിടിച്ച് അങ്ങോട്ട് കയറി വരും. വേണ്ട ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നോളാന്ന് പറയാം. ഈ സമയത്ത് കാഞ്ചന മുറിയിലിരുന്ന് ഫോണിനകത്ത് സിനിമ കണ്ടോണ്ടിരിക്കും. അതും പ്രേത സിനിമ, മണിച്ചിത്രത്താഴ കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടോണ്ടിരുന്ന് കുറെ സമയം കഴിയുമ്പോഴത്തേനും കാഞ്ചനയ്ക്ക് വല്ലാത്ത പേടിയൊക്കെ തോന്നി. ഓ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് സർവ്വദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുക. വേണ്ട, ഇത് മൊത്തം കണ്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും താൻ പേടിച്ച് പറിച്ച് ചത്തുവും. അതും ഈ രാത്രിയില്. അല്ലെങ്കിൽ തനിക്ക് എന്തിന്റെ കേടാത്? ഈ രാത്രിയിൽ ഇത് മൊത്തം ഇരുന്ന് കാണാഞ്ഞിട്ട് ഇനിയിപ്പം രാധികാമാമി പറഞ്ഞാലോ വല്ല ആവി ഇങ്ങോട്ടെങ്ങാനും വരുവോ? സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കണ്ണടച്ച് കിടന്നുറങ്ങാം. അങ്ങനെയൊക്കെ കരുതി ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ശബ്ദം താഴെ നിന്ന് കേൾക്കുന്ന കേട്ടെ. എന്തോ താഴെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. തനിക്ക് തോന്നിയതാണോ? പെട്ടെന്ന് ജനൽ കർട്ടൻ മാറ്റി നോക്കുവാണ്. ആ സമയത്താണ് ആ കാഴ്ച കാണുന്നത്. അവിടുന്ന് ഒരു പുരുഷൻ ഇങ്ങോട്ട് കയറി വരുക. അപ്പൊ ധ്യാനെ മുമ്പ് കണ്ടു പരിചയമില്ലല്ലോ. ധ്യാൻ ആരാന്ന് അറിയത്തുമില്ല. ഇതാരാ ഈ കയറി വരുന്നേ? അയ്യോ ഇനിയിപ്പം രാധികമാമ പറഞ്ഞ പോലെ ഗോവിന്ദമാമന്റെ അച്ഛനെങ്ങാനും ആവിയായിട്ട് വരുന്നതാണോ, പ്രേതമായിട്ട് വരുന്നതാണെന്നോ ഉദ്ദേശിച്ചേ? പ്രേതമായിട്ട് അങ്ങാനും വരുന്നതാണോ പറയാൻ പറ്റില്ല. പിന്നെ ഒന്നുകൂടെ നോക്കി, അല്ല ഇത് മിക്കവാറും കണ്ടു, ഇത് വേറെന്തേലും ആയിരിക്കും. നോക്കാം, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ആരാന്ന് കണ്ടുപിടിച്ചിട്ട് എന്റെ കാര്യം. അങ്ങനെ വിചാരിച്ച് കാഞ്ചന മുറിക്കകത്തുനിന്ന് പുറത്ത് പതുക്കെ ഇറങ്ങുവാണ്. അപ്പോഴാണ് തലയില് ഷീറ്റൊക്കെ ഇട്ടുകൊണ്ട് രഞ്ജു പതുക്കെ അങ്ങോട്ട് കടന്നു പോകുന്നത്. ഇത് ഗീതുപ്പാപ്പയല്ലേ? ഓഹോ, അപ്പൊ ഗീതുപ്പാപ്പയുടെ കാമുകനാണാ വരുന്നത്, പ്രേതമൊന്നും അല്ല വരുന്നില്ലേ? അങ്ങനെ ഇരിക്കട്ടെ, ഇന്ന് തന്നെ ഈ കള്ളത്തരം കൈയോടെ പിടികൂടിയിട്ടുള്ളൂ. ഗോവിന്ദമാമൻ കിടന്നുറങ്ങണ സമയത്ത് കാമുകനെ വിളിച്ച് അകത്തേക്ക് കയറ്റിയേക്കോ ഗീതുപ്പാപ്പ. കൊള്ളാം, ഈ കാര്യങ്ങളൊക്കെ രാധികാമാമയോട് പറയണം. മൊബൈലും കൂടി എടുത്തോണ്ട് വരാം, വീഡിയോ പിടിക്കണം, എന്നിട്ട് വേണം ഇതൊക്കെ കാണിക്കാനായിട്ട്. വേണ്ട, അല്ലെ പിന്നെ മൊബൈൽ എടുക്കാം. ഇവരാദ്യം എന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ. അങ്ങനെ കള്ളത്തരം കണ്ടുപിടിക്കാനായിട്ട് കാഞ്ചന പതുങ്ങി ഇങ്ങോട്ട് ചെല്ലുവാണ്. എന്നാലും ഗീതുപ്പാപ്പയ്ക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, താൻ അറിഞ്ഞിരുന്നില്ലല്ലോ. പിന്നീട് നേരെ ചെന്ന് കഴിയുമ്പോഴത്തേനും കാണുന്ന കാര്യം, കാഞ്ചന ഇങ്ങനെ നോക്കുവാണ്. പതുങ്ങി നോക്കുക, അടുത്തേക്ക് നിന്നിട്ടില്ല. പതുങ്ങി നോക്കുമ്പോൾ കാണുന്ന കാര്യം ധ്യാനം അങ്ങോട്ട് കയറി വരുവാണ്. ധ്യാനം അങ്ങോട്ട് കയറി വന്നിട്ട് രഞ്ജുവിന്റെ അടുത്തേക്ക് നിന്ന് സംസാരിക്കുന്ന കാഴ്ച കാണുന്നത്. പക്ഷെ രഞ്ജുവിനെ കണ്ടില്ല, രഞ്ജു ഒരു തൂണിന് മറിഞ്ഞാ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രഞ്ജു ആണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഗീതു വന്ന് വിചാരിച്ചോണ്ടാ നിൽക്കുന്നത്. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടെ സല്ലപിച്ചോണ്ടിരിക്കുവല്ലേ. കൊള്ളാം, നല്ല കഥയായി. ഇത് എത്രയും പെട്ടെന്ന് തന്നെ രാധികാമാമയോട് പറയണം, എന്നിട്ടോ ഇനി ബാക്കി കാര്യമുള്ളൂ. ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുവാണ്. ഈ സമയത്ത് ഗീതു നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് ഗീതു ഞെട്ടി ഉണർന്നു. ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട്, ഇത്തിരി വെള്ളം കുടിച്ചാലോ. നോയിക്കഴിയുമ്പത്തേന് ഗോവിന്ദ് കിടന്നുറങ്ങുക. ഇതെന്തൊരു കിടപ്പാണോ, കഥകളി സ്റ്റെപ്പ് പോലെ ഉണ്ട്. കൈയൊക്കെ വെച്ചിരിക്കുന്ന വെപ്പ് കണ്ടില്ല, എന്നിട്ട് കൂറക്കം വലിച്ച് കിടന്നുറങ്ങണം. പിന്നീട് ഗീതു പോയി വാട്ടർ ബോട്ടിൽ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം പോലും ഇല്ല.
തുണി വെള്ളം പോലും ഇല്ല. താഴെ പോയി ഇച്ചിരി വെള്ളം എടുക്കാന്നൊക്കെ ഓർത്തിട്ട് ഗീത താഴേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് കാഞ്ചന അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാഞ്ചന ധ്യാനിന്റെ രഞ്ജുവിനെ പ്രണയ സല്ലാപങ്ങളെ കണ്ടിരിക്കുക. അപ്പം രഞ്ജുവിന്റെ കൈ മാത്രമേ കാണുന്നുള്ളൂ. ഓ, അപ്പൊ എന്റെ ദൈവമേ, ഇതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും എന്റെ ഗീതുപ്പാപ്പ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാഞ്ചന പെട്ടെന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് അങ്ങോട്ട് ഗീതു ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഗീതുപ്പാപ്പയല്ലേ അത്? അവിടെ ഒരു ഗീതുപ്പാപ്പ, ഇവിടെ ഒരു ഗീതുപ്പാപ്പ. അപ്പൊ ഗീതുപ്പാപ്പ ഡബിളാണോ? എന്റെ ഭഗവാനെ, ഇനിയിപ്പൊ രാധികാമ്മ പറഞ്ഞ പോലെ വല്ല പേയോ പിശാശോ അങ്ങനെ മറ്റോ ആണോ അത്? ദൈവമേ, ഇതെന്താ ഈ കാണുന്നേ? കടവുളെ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു നിമിഷം കാഞ്ചന ഞെട്ടിപ്പോവാണ്. നോക്കിയപ്പോൾ കാഞ്ചനയ്ക്ക് മനസ്സിലായി ഇത് പ്രേതം തന്നെ. ഇപ്പൊ രാധികാമ്മ പറഞ്ഞ് ശരിയാണ്. രാധികാമ്മ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മുറിയിലുണ്ടായിരുന്ന ഗോതമ്പാമ്മന്റെ അച്ഛനും അമ്മയും പുറത്തിറങ്ങി. അവർ പുറത്ത് വെച്ച് സല്ലപിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതാണ് കാര്യം. ഇനി എന്ത് ചെയ്യും? തന്നെ മിക്കവാറും പിടികൂടുന്നാ തോന്നുന്നത്. പെട്ടെന്നാണ് ഗീതു ഒരു ഒച്ചയനക്കമൊക്കെ കേട്ടത്. നോക്കിക്കഴിഞ്ഞപ്പോ കാഞ്ചനയാണ്. കാഞ്ചന അറിയാതിരുന്ന് സംസാരിച്ചു പോയതാ. കാഞ്ചനാക്കിയാണല്ലോ, ഇതെന്ത് പറ്റി ഇവിടെ? പെട്ടെന്ന് കാഞ്ചന ഗീതുവിന്റെ അടുത്തേക്ക്, അല്ല ഗീതു കാഞ്ചനയുടെ അടുത്തേക്ക് വരുവാണ്. പെട്ടെന്ന് കാഞ്ചന പറഞ്ഞു, അയ്യോ ഗീതു പാപ്പ ഇങ്ങോട്ട് വരില്ലെന്ന് പറയണം. അങ്ങോട്ട് പോന്നൊക്കെ പറയുന്നുണ്ട്. കാഞ്ചനക്ക് അത് ഗീതുവാ. എൻ്റെ അടുത്തേക്ക് വരില്ലെന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ ഇങ്ങനെ തടഞ്ഞു വെക്കുന്നുണ്ട് ഇങ്ങനെ. പക്ഷെ ഗീതു അടുത്തേക്കുന്നു. എന്താ കാഞ്ചനക്ക, എന്ത് പറ്റി? ഞാൻ ഗീതു, എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഗീതു പാപ്പ ഡബിളാന്ന് പറയാ. ഡബിളോ? ഞാനൊരൊറ്റ ആളേ ഉള്ളൂ, എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? അല്ല, അങ്ങേ നോക്ക്, അവിടെ ആരാ നിക്കണേ നോക്ക് എന്ന് പറയണം. അവിടെ ആരാ ഉള്ളേ? നോക്ക് ഗീതു പാപ്പ അവിടെ നിൽക്കുന്നുണ്ട്. ഗീതുവിന് സംശയം. ഞാനറിയാതെ എന്നെപ്പോലെ മറ്റാരാ ഇവിടെ ഈ വീട്ടിലുള്ളത്? അന്നൊന്ന് നോക്കിയിട്ട് എന്നെ കാര്യം. പെട്ടെന്ന് ഗീതു അങ്ങോട്ട് നോക്കുവാണ്. അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. രഞ്ജുവും ധ്യാനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓഹോ, അപ്പൊ അവരെ കണ്ടിട്ടാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പിന്നീട് അവർ രണ്ടും തമ്മിൽ കെട്ടിപ്പിടിക്കുകയാണ്. ദൈവമേ, കാഞ്ചനയ്ക്ക് എങ്ങാനും രഞ്ജുവിനെ കണ്ട അതോടുകൂടി തീർന്നു. പെട്ടെന്ന് പറഞ്ഞു, ഗീതുപ്പാപ്പ കണ്ടില്ലേ, നോക്ക് അവിടെ പ്രേതം നിൽക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുക. ഓഹോ, അപ്പൊ പ്രേതം വന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. ഇത് കേട്ടതും ഗീതു പറഞ്ഞു, ആ ശരിയാ കാഞ്ചനൊക്കെ ഒന്ന് നോക്കിയേ, അവിടെ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിയേ. ഞാൻ നോക്കിയിട്ട് ആരെയും കണ്ടില്ലോ എന്ന് പറയണേ. ഉണ്ട്, ഞാൻ കണ്ടതെന്ന് പറയാം. കാഞ്ചനക്കൊക്കെ വെറുതെ തോന്നിയതാ, അവിടെ പ്രേതവും പിശാശും ഒന്നും ഇല്ലെന്ന് പറയാം. പിന്നീട് കാഞ്ചന അങ്ങ് നോക്കുമ്പോഴത്തേനും ഈ സംസാരം കേട്ട് പെട്ടെന്ന് തന്നെ രഞ്ജു ധ്യാനെ അങ്ങോട്ട് പിടിച്ചാൽ തൂണ്ട് മറയിലേക്ക് അങ്ങോട്ട് വലിക്കുവാണ്. നോക്കിയപ്പോ ആരെയും കണ്ടില്ല. ശരിയാണല്ലോ ഗീതുപ്പാപ്പ പറഞ്ഞ്, അവിടെ ആരുമില്ല. അപ്പൊ ഞാൻ മുമ്പ് കണ്ടായിരുന്നു ഗീതുപ്പാപ്പ, അവിടെ ഉണ്ട്. അതെ, ഗോതമ്പാമ്മന്റെ അച്ഛനും അമ്മയും കൂടെ അവിടെ പ്രണയിച്ചുകൊണ്ടിരിക്കുവാന്ന് പറയാം. ഇത് കേട്ടപ്പോ ഗീതുവിന് ചിരി വന്നു. പക്ഷെ ചിരിക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് കാഞ്ചനയോട് പറഞ്ഞു, അതെ കാഞ്ചനക്ക, ഇനി ഇവിടെ നിൽക്കണ്ട. ഒരു കാര്യം ഉറപ്പാ, അത് പ്രേതം ഇറങ്ങിയതായിരിക്കും. അതുകൊണ്ടാ കാഞ്ചനക്ക മാത്രം കണ്ടത്. മുറി ചെന്ന് കഴിഞ്ഞപ്പോ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നാ മിക്കവാറും കാഞ്ചനക്കാരുടെ അടുത്തേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടതും കാഞ്ചന എന്ത് ചെയ്യുവാണ്, കണ്ണും തുറന്ന് ഗീതുവിന് ശരിക്കും ഒന്ന് നോക്കി. പിന്നീട് അവിടെ ഇട്ടോ പൊത്തോന്നും പറഞ്ഞിട്ട് ബോധം കെട്ട് വീഴുവാണ്. കാഞ്ചനക്കാന്ന് പറഞ്ഞ് ഗീതു വിളിക്കുന്നുണ്ട്. എവിടെ നിന്ന് കേൾക്കാനിട്ട്? ഈ ഒച്ചപ്പാടും ബഹളം കേട്ടോണ്ട് പെട്ടെന്ന് രഞ്ജു അങ്ങോട്ട് ഓടി വരുവാണ്. ധ്യാനം അങ്ങോട്ട് ഓടി മാറി. എന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി ഗീതു? കാഞ്ചനാക്കായ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. എന്ത് പറ്റാനാ? അതെ, രഞ്ജുവിന്റെ കാമുകന്റെ പ്രണയ സല്ലാപങ്ങൾ കണ്ട് ബോധം കെട്ട് വീണാന്ന് പറയാ. അയ്യോ, പെട്ടെന്ന് രഞ്ജുവിന് ഒരു നാണം ഉണ്ടായി. എന്തിയെ കാമുകൻ എന്തിയെന്ന് ചോദിക്കാം. അവിടെ ഉണ്ടെന്ന് പറയാ. പെട്ടെന്ന് ഗീതു അങ്ങോട്ട് ചെല്ലുക. ചെല്ലുമ്പോൾ ധ്യാനം ഇങ്ങനെ പമ്മിക്കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിക്കൊണ്ട്. അതെ, പമ്മൊന്നും വേണ്ട, ഞാൻ കണ്ടെന്ന് പറയും, ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ ചമ്മലോടുകൂടി ധ്യാനം കൊണ്ട് വരിക. അല്ല, എന്തിനാ ഓടി മറിഞ്ഞേ? ഒരു കാര്യം ചെയ്യാൻ പറ്റായിരുന്നോ? നിനക്ക് രണ്ട് തമ്മിൽ കാണണമെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? എങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കൂടെ സൗകര്യമായിട്ട് സംസാരിക്കാനായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് തരൂല്ലായിരുന്നു ചോദിക്കോ. ഇത് കേട്ടൻ ധ്യാൻ പറഞ്ഞു, അല്ല എനിക്ക് നാളെ രാവിലെ തന്നെ ബാംഗ്ലൂർക്ക് മടങ്ങിപ്പോണം. അതിനു മുമ്പ് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. ദേ, ഈ വീട്ടിൽ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ട് അതോടുകൂടി തീർന്നേനെ. എന്നോടൊരു വാക്ക് പറയുകയാണെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഈ ഒളിച്ചും പാത്തും പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ എന്ന് പറയാം. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് സ്റ്റാൻഡ് വിട്ടു, ഈ വീട്ടിലുള്ളവരാരും കാണണ്ടെന്ന് പറയാം. ശരി, എന്നാൽ ഞാൻ പോട്ടെ രഞ്ജു എന്നൊക്കെ പറഞ്ഞ് രഞ്ജുനോട് ധ്യാൻ യാത്ര പറഞ്ഞിട്ട് പോവാണ്. രഞ്ജു പറഞ്ഞ് ചെന്ന് വിളിക്കണം കേട്ടോ എന്ന് പറയണേ. വിളിക്കാന്നൊക്കെ പറഞ്ഞ് പോവാണ്. അല്ല, ഇനി കാഞ്ചനക്കട കാര്യത്തിൽ എന്ത് ചെയ്യും? വാ, നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ മുഖത്ത് ഒഴിക്കാന്ന് പറഞ്ഞിട്ട് ഗീത് പോയിച്ചിട്ട് വെള്ളമൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. അങ്ങനെ മുഖത്ത് തളിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കാഞ്ചനയ്ക്ക് ബോധം ഉണ്ടായി. അയ്യോ, ഗീതുപ്പാപ്പ പ്രേതം എന്ന് പറയണം. അതെ, പ്രേതമൊക്കെ പോയിന്ന് പറയാം. അയ്യോ, പ്രേതം ഉണ്ട്. പക്ഷെ കാഞ്ചനയ്ക്ക് അവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു വ്യക്തി കാഞ്ചനയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. പിന്നീട് ഗീത് പറഞ്ഞു, ഇനി ഇവിടെ കിടന്ന് കറങ്ങണ്ട. ഇനി ഇവിടെ കിടന്ന് കറങ്ങിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ പ്രേതങ്ങൾ രണ്ടുപേരും കൂടി കാഞ്ചനക്കട മുറിയിലേക്ക് വരുമെന്ന് പറയാം.
ഇത് കേട്ടൻ കാഞ്ചന പറഞ്ഞു, അയ്യോ ഒരു കാര്യം ചെയ്യാവോ, രണ്ടുപേരും കൂടെ കൂടിയിട്ട് എന്നെ ഒന്ന് മുറിയിലാക്കാവോ, എനിക്ക് പേടിയാന്ന് പറയാം. അപ്പൊ മുറിയിൽ ചെന്ന കാഞ്ചനക്കാക്ക് പേടിയുണ്ടാവില്ലേ? ഞാനേ ദൈവത്തിന്റെ സിനിമ കണ്ടോണ്ടിരുന്നോളാം. ദൈവത്തിന്റെ സിനിമ? ഏത് സിനിമ? ലൂസിഫർ. ഇത് കേട്ട രഞ്ജുവും ഗീതവും കൂടെ പൊട്ടിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന കിഷോർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപർണികയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. പോയി നോക്കിക്കഴിഞ്ഞാൽ പരിചയമില്ലാത്തൊരു നമ്പര്. ആ അജാസ് അവൻ നമ്പര് മാറ്റി വിളിക്കുന്നതായിരിക്കും, ഇന്ന് അവനെ കാണിച്ചു കൊടുക്കാം എന്നോർത്ത് കോൾ എടുക്കുവാണ്. ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങേ തലയ്ക്കെന്ന് വെച്ചു. അല്ല അപർണിക റഹ്റാം അല്ലേന്ന് ചോദിക്കുകയാണ്. അപർണിക റഹ്റാമിന്റെ ഹസ്ബൻഡാന്ന് പറയാം. അല്ല ഇന്ന് അവർക്ക് ഇത് ഹോസ്പിറ്റലിൽ നിന്നാണ്, ഇന്ന് അവർക്ക് ചെക്കപ്പുള്ള ദിവസമാണ്, അത് പറയാൻ വേണ്ടി വിളിച്ചെന്ന് പറയും. ശരി ശരിയെന്നും പറഞ്ഞിട്ട് കിഷോർ കോള് വെക്കുകയാണ്. ചെക്കപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു. ഈ സമയത്താണ് അപർണിക അങ്ങോട്ട് വരുന്നത്. അപർണിക വന്നിട്ട് അല്ല എന്റെ ഫോൺ ബെല്ലടിച്ചായിരുന്നല്ലോ കിഷോറെ, ആരാ വിളിച്ചതെന്ന് ചോദിക്കും. അത് ഹോസ്പിറ്റലിൽ നിന്നാ, ചെക്കപ്പിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. ഓ അതെനിക്ക് ചെക്കപ്പുണ്ട്, കിഷോറും കൂടെ എന്റെ കൂടെ വരണമെന്ന് പറയാം. ഇത് കേട്ടും കിഷോർ ഞാനെന്തിനാ വരുന്നേ, ഒരു കാര്യം ചെയ്യാം, അമ്മേനെ വിളിച്ചോണ്ട് പോയാൽ മതി എന്ന് പറയാം. ഇത് കേട്ടും അവൻ്റെക്ക് ദേഷ്യം വന്നു. അതിന് അമ്മേനെ വിളിക്കേണ്ട ആവശ്യമില്ല, അതിന് അമ്മയല്ല പ്രഗ്നന്റ്, ഞാനല്ലേ പ്രഗ്നന്റ്, എന്റെ കൂടെ കിഷോർ വന്നാൽ മതി എന്ന് പറയും. എന്നെ കൊണ്ട് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ശത്രുക്കളുടെ കൂടെ ഒക്കെ എന്തിനാ ഞാൻ വരുന്നേ, എനിക്ക് വരേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ചെയ്താൽ മതി, വിദേശത്ത് വല്ല ടൂറാന്ന് പറഞ്ഞാൽ മതി. ഞാൻ അതൊന്നും എനിക്ക് പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് ഹസ്ബൻഡ് ഇല്ലേ എന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞല്ലോ പറ്റില്ലെങ്കിൽ തന്നെ പോയിക്കോ, എനിക്ക് എന്താ കുഴപ്പമിരിക്കുന്നേ. പിന്നെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവണ്ണയ്ക്കും കൂടി ദേഷ്യം വന്നു. അവണ്ണയെ പറഞ്ഞു, അതെ തന്നെ പോണോ കൂട്ടമായിട്ട് പോണമെന്നൊക്കെ എനിക്കറിയാം, ഇനി കൂടാൻ എന്നോടൊന്നും പറയാൻ വരണ്ട, പറഞ്ഞ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിയുമ്പോഴത്തേനും കിഷോർ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യണം, അങ്ങനെ പോകുവാണെങ്കിൽ ആ ജോയിന്റ് അക്കൗണ്ട് കിടക്കുന്ന പൈസയൊക്കെ എൻ്റെ പേർക്ക് എഴുതി തന്നിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയാം. ഇത് കേട്ടതും അവരുടെയും മനസ്സിൽ പറഞ്ഞു, അതേടാ നിനക്ക് ഞാൻ തരുന്നുണ്ട്, നിനക്ക് എല്ലാം ഞാൻ തരാം, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമോ, ഞാൻ ഒരു ദിവസം വരുവിടാന്നും പറഞ്ഞിട്ട് അവരുടെ അങ്ങോട്ട് പോവാ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടും ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.